വേടന് പുലി പല്ല് ദാനം കൊടുത്തതല്ലെങ്കിൽ സുരേഷ് ഗോപിക്കും ദാനം കൊടുത്തതല്ല. 6 ഗ്രാം കഞ്ചാവ് കൈവശം വെച്ചതിന് വേടനെ പോലീസ് അറസ്റ്റ് ചെയ്തതിനു പിന്നാലെ വേടന്റെ കഴുത്തിൽ കിടന്ന പുലിപ്പല്ലും വിവാദത്തിലായി. പുലിപ്പല്ല് എവിടെ നിന്ന് കിട്ടിയെന്നതിന്റെ ഉത്തരം തേടി വനംവകുപ്പ് അന്വേഷണം ആരംഭിച്ചു. അപ്പോഴാണ് ഉന്നതകുലജാതനായ സുരേഷ് ഗോപിയുടെ കഴുത്തിലുമുണ്ട് പുലിപ്പല്ല്. ഉന്നതകുലജാതനാകാമെങ്കിൽ പിന്നെ വേടനായിക്കൂടെ എന്നൊരു വിഭാഗം, വേടനായിക്കൂടെങ്കിൽ ഉന്നത കുലജാതനും വേണ്ട എന്ന് മറുവിഭാഗം. എന്താണെങ്കിലും സുരേഷ് ഗോപി പെട്ടു. മുൻപ് ആനക്കൊമ്പ് വിവാദത്തിൽപ്പെട്ടപ്പോൾ മോഹൻലാൽ പറഞ്ഞതുപോലെ നാട്ടാനയുടെ ഉടമസ്ഥനായ സുഹൃത്ത് നാട്ടാന ചരിഞ്ഞപ്പോൾ അതിന്റെ കൊമ്പ് സമ്മാനിച്ചതാണ് കയ്യിലുള്ളത് എന്ന് പോലീസ് അന്വേഷിക്കുമ്പോൾ കൊമ്പിന് ലൈസൻസ് ഉണ്ടായിരുന്നില്ല എങ്കിലും പിന്നീട് ലൈസൻസ് എടുത്ത് മോഹൻലാൽ തടിതെറ്റി. സുരേഷ് ഗോപിക്ക് ഇത് സുഹൃത്ത് വളർത്തിയ പുലിയുടെ പുലിപ്പല്ല് പുലി മരിച്ചപ്പോൾ കിട്ടിയതാണെന്ന് വേണമെങ്കിൽ പറയാം. സിനിമാ ഡയലോഗും സിനിമയിൽ കാണുന്ന കഥാപാത്രവുമാണ് ജീവിതത്തിലും താനെന്ന് വിശ്വസിക്കുന്ന സുരേഷ് ഗോപിക്ക് ഇതൊക്കെ നിസ്സാരം. പിന്നെ വേണമെങ്കിൽ ഒരു ഹൈപ്പിന് പണ്ട് അയ്യപ്പൻ പുലിപ്പാല് തേടി കാട്ടിൽ പോയതുപോലെ പുലിപ്പല്ല് തേടി കാട്ടിൽ പോയി എന്നും ഒടുവിൽ പുലി തന്നെ പറിച്ചു തന്നു എന്നും ഒക്കെ പറയാം. കാര്യം എന്തായാലും ഇതെവിടെ നിന്ന് കിട്ടി എന്ന കാര്യത്തിൽ തൃശൂർ MP വ്യക്തമായി ഉത്തരം പറയേണ്ടി വരും. മയക്കുമരുന്ന് കൂവപ്പൊടിയാകുന്നത് പോലെ പുലിപ്പല്ല് വെറും പ്ലാസ്റ്റിക് ആകാൻ നിമിഷ നേരം മതി എന്ന് അറിയാത്തവരല്ല പൊതുജനം. അതും സുരേഷ് ഗോപിയെ പോലെ BJP നേതാവിന് ഇതൊക്കെ നിസ്സാരം. പണ്ടൊരു വാഹനം രജിസ്റ്റർ ചെയ്ത കേസിലും ഇതുപോലെ സുരേഷ് ഗോപി ഒന്ന് പെട്ടതാണ്. ഉന്നതകുല ജാതനൊക്കെ ആകുമ്പോൾ വീട്ടുമുറ്റത്തൊരു ആന, കഴുത്തിൽ ഒരു പുലിപ്പല്ല്, ഇതൊക്കെ വേണ്ടത് തന്നെയല്ലേ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കഴുത്തിലും പുലിപ്പല്ല് കെട്ടിയ മാലയുണ്ടെന്നും പരാതി. വാടാനപ്പള്ളി സ്വദേശി മുഹമ്മദ് ഹാഷിമാണ് DGPക്ക് പരാതി നൽകിയത്. സുരേഷ് ഗോപി കണ്ണൂരിലും തൃശൂരിലും ഷർട്ട് ധരിക്കാതെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി നൽകിയത്. പുലിപ്പല്ല് മാല എങ്ങനെ ലഭിച്ചെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കണം. ഇങ്ങനെയാണ് പരാതിക്കാരന്റെ ആവശ്യം. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ലംഘനമാണിതെന്നും പരാതിയിൽ പറയുന്നു. നിയമലംഘനം പരിശോധിച്ച് നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. പുലിപ്പല്ല് കൈവശം വെച്ചെന്ന കേസിൽ റാപ്പർ വേടൻ ഇന്നലെ അറസ്റ്റിലായിരുന്നു. മൃഗവേട്ടയടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തതിനു പിന്നാലെ വനം വകുപ്പാണ് അറസ്റ്റ് ചെയ്തത്. പെരുമ്പാവൂർ കോടനാട്ടെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ നടത്തിയ ചോദ്യം ചെയ്യലിന് ശേഷമാണ് നടപടി. പുലിപ്പല്ല് തനിക്ക് സമ്മാനമായി ലഭിച്ചതാണെന്നും ഒറിജിനൽ ആണെന്ന് അറിയില്ലായിരുന്നുവെന്നുമാണ് വേടന്റെ മൊഴി. സുരേഷ് ഗോപിക്ക് എന്തായാലും ഈ കേസ് കുറച്ച് സ്റ്റാറ്റസിന് ചേരാത്തതാണ്. കാരണം ഒരു ഉന്നത കുലജാതൻ അല്ലാത്തവനോടൊപ്പം സുരേഷ് ഗോപിയെ പോലെ ഒരാളെ ഒരേ കുറ്റത്തിന് ചോദ്യം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് പുള്ളിക്ക് അത്ര ഇഷ്ടപ്പെടാൻ തരമില്ല. തൃശൂർ സ്വദേശികൾ തന്നെ പരാതി കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ സുരേഷ് ഗോപിയെ മടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി തൃശൂരിന് എടുക്കാൻ ചെന്നാൽ ഉള്ളം കൈയിലേക്ക് അവർ വെച്ചു തരില്ല എന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ ഒരു പ്രകടനമായിരുന്നു തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനു ശേഷം സുരേഷ് ഗോപി കാഴ്ചവെച്ചത്. മനുഷ്യസ്നേഹി എന്ന നിലയിലാണ് സുരേഷ് ഗോപിയെ പലരും ഏറ്റെടുത്തത്. BJPയിൽ ചേർന്നതോടുകൂടി കുറെ പണം കൂടി വാരി എറിഞ്ഞ് ജയിപ്പിച്ചെടുത്തു. എങ്കിലും സുരേഷ് ഗോപി എന്ന മനുഷ്യനിലെ മനുഷ്യസ്നേഹിയെ തന്നെയാണ് പൊതുജനം ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത്. BJP പ്രസ്ഥാനത്തിൽ ചേർന്നതോടുകൂടി സമ്പൂർണ്ണ അന്ധത ബാധിച്ചു. പറഞ്ഞതും ചെയ്തതും എന്തൊക്കെയെന്ന് തിരിഞ്ഞു നോക്കാൻ ഇനിയെങ്കിലും സുരേഷ് ഗോപി തയ്യാറായാൽ നല്ലത്.